ഈ ചില പൊട്ടന്മാർ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതിൻ്റെ കിളിക്കച്ചവടം ഇപ്പോൾ എങ്ങനെയുണ്ട്, കിളിക്കച്ചവടം നടത്തിയോ. യുവന്മാരുടെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെങ്ങ് എന്തോ ഡൗൺ ആക്കി നമ്മളെങ്ങ് അവഹേളിച്ചത് പോലുള്ളൊരു ചിന്താഗതിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നൊരു വിഷയമുള്ള കേസേ അല്ല, അവരുടെ ഒരു അറിവിനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിക്കച്ചവടം നമ്മളിപ്പോഴും ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇപ്പോഴും കഴിഞ്ഞൊരു 3 വർഷമായിട്ടാണ് വരുന്നത്. അതിലിപ്പോൾ ഡയറക്റ്റ് ഓണർ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ നല്ല രീതിയിലൊന്ന് ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ഈ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആരടുത്ത് ചോദിച്ചാലും നമ്മളെപ്പറ്റി അറിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയറക്റ്റ് ഓണർ വീഡിയോസ് ചെയ്യുന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് അതിനെ ഇത്തിരി ഹൈപ്പ് ചെയ്തത് നമ്മളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചൊറിച്ചിൽ പല ആൾക്കാർക്കും ഉണ്ടാവും. അപ്പോൾ ഈ ആൾക്കാരാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരോടൊന്നേ പറയാനുള്ളൂ, ഞാൻ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോ ലെവലിൽ എല്ലാ രീതിയിലുള്ള വർക്കുകൾ ചെയ്യാനും ഒരു മടിയില്ലാത്തവനാണ് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോട്ടലിൽ പണിക്ക് വന്നിട്ടുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു അന്നൊരു ദിവസം 100 രൂപ എക്സ്ട്രാ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ അന്ന് ഞാൻ ഹോട്ടലിൽ കോയമ്പത്തൂർ പഠിക്കുന്ന സമയത്ത് അവിടെ റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് പണിക്ക് പോകും. 100 രൂപ നമുക്ക് അത് കഴിയുമ്പോൾ വൈകുന്നേരം ചില ദിവസങ്ങളിൽ തരും, എല്ലാ ദിവസങ്ങളിൽ ഫ്രീ ഫുഡാണ്. അന്ന് അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം കോയമ്പത്തൂർ വെച്ച് തന്നെ, പിന്നെ അതിനുശേഷം കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. അതിനുശേഷം വീണ്ടും ട്രിവാൻഡ്രത്ത് വന്നു, പിന്നെ സർക്കാർ സർവീസിലിരുന്നു. ആ ജോലിയും കളഞ്ഞിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ഈ ക്യാമറയും പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിളിക്കച്ചവടം ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. അതിലൂടെ തന്നെയാണ് നമ്മുടെ നല്ല രീതിയിലുള്ളൊരു വരുമാനവും വരുന്നത് കേട്ടോ. അതുകൊണ്ട് കിളിക്കച്ചവടം ചെയ്യുന്നതെന്ന് പറയുന്നതിൽ നാണിക്കാനായിട്ട് എനിക്ക് ഒരു കാര്യവുമില്ല. പിന്നെ അതുപോലെ പട്ടിക്കച്ചവടം ഉണ്ടെന്നൊക്കെ അതുകൊണ്ടായിരുന്നു. ഇപ്പം പക്ഷേ നിലവിൽ നമുക്ക് വീട്ടിലാണ് സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡോഗ്സിനെ കൊണ്ട് ഇടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പരിപാടി ചെയ്യുന്നില്ല. നേരത്തെ ഡോഗ്സിനെ സെയിലും ചെയ്യുന്നുണ്ടായിരുന്നു, അവരെ കുളിപ്പിച്ച് കൊടുക്കുന്നതിൽ വരെ പൈസ കൊടുക്കുമായിരുന്നു. കാരണം നമുക്ക് ഡോഗിൻ്റെ ഗ്രൂമിങ്ങിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, ഞാൻ തന്നെ ചെയ്തു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മൾ ചെയ്ത ജോലികളെക്കുറിച്ചോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിനെക്കുറിച്ചോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ട് പോകും എന്നുള്ളൊരു ചിന്തയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ കൂടെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരിയധികം പേരുണ്ട്. അവരോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.